അങ്ങനെ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്ടിൽ തന്നെ സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളുടെ എനിക്ക് ഭയങ്കര ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. ആളുകൾ നമുക്ക് കുറേ മെഷീനൊക്കെ വാങ്ങിയിടാം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മളിത് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ചുരുക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. എനിക്കും കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം നമ്മൾ പൈസ ഒക്കെ ചിലവാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എങ്ങനെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലോ. അപ്പോൾ ഞാൻ നിൽക്കാം ഈ പറഞ്ഞ പോലെ എനിക്ക് സത്യമുള്ള ഒരു വാശി മനസ്സിനുള്ളിൽ എന്നുണ്ട്. സംരംഭക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംരംഭക പറയുമ്പോൾ നമ്മൾ സ്വന്തം ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു സന്തോഷം വേണമല്ലോ. അതിപ്പോൾ എൻ്റെ പാരൻസ്, എൻ്റെ വാപ്പയാണെങ്കിലും ഇക്കയാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവർ നമുക്കത് വാങ്ങിക്കാം, നമുക്ക് മെഷീൻ വാങ്ങിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട. എൻ്റെ കയ്യിലുള്ള നമ്മൾ വീട്ടിലിരുന്ന് തയ്ക്കുന്ന മെഷീൻ സാധാരണ നോർമൽ ചെറിയൊരു മെഷീനാണ്. നമ്മുടെ സാധാരണ മെഷീനിൽ നിന്ന് ആ മെഷീനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോട്ടറും കൂടി ഇല്ല അന്നത്തെ കാലത്ത്. പേടിയാണ് ഇതിനൊക്കെ, കുട്ടികളുള്ളതല്ലേ കയ്യിട്ടിട്ടാലോ എന്നൊക്കെ പഠിച്ച് മോട്ടറും കൂടി ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ വെച്ചിട്ട് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ടാക്കി. അങ്ങനെ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇക്കാരൻ്റെ MP ഒക്കെ ആണെങ്കിൽ അവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടുണ്ട്. കാരണം മോന് ചെറുതാണ്, മോനെ നോക്കുന്നതൊക്കെ അവരാണ്. നമുക്ക് ക്ലാസ്സുള്ള സമയത്ത് അവരുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. വീട്ടിൽ തന്നെയായിരുന്നു ക്ലാസ്. വീട്ടിലൊരു ഹോളിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ മാഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അന്ന് വെറും 600 രൂപയായിരുന്നു ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ 4 വർഷം കൊണ്ടൊക്കെ പഠിച്ച ഒരു കോഴ്സ് ഞാനിവിടെ 1 മാസം കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്ക് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് 6 മാസം, 7 മാസം, 8 മാസം, 3 മാസം അങ്ങനെയാണ് ഓരോ ഇതിൻ്റെ കാലാവധി. ഇവിടെ നമ്മുടെ ന്യൂജനിൽ പ്രത്യേകത എന്താ വെച്ചാൽ 1 മാസം കൊണ്ട് ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അത് ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിക്കോട്ടെ, പഠിപ്പുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പഠന വൈകല്യം കേട്ടോ ഒന്നുകൂടി പറയണേ, പഠന വൈകല്യം ഉള്ളവരാണെങ്കിൽ കൂടി അത് കറക്റ്റായിട്ട് അവരെ ട്രെയിനിങ് കൊടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 600 രൂപയാണ് ഫീസ്. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ 300 രൂപയാണ് വാങ്ങിച്ചത്. 2 പ്രാവശ്യമായിട്ടാണ് ഫീസ് വാങ്ങിക്കുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ അഡ്മിഷൻ ഫീസും ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് ഞാൻ കുറച്ച് മെഷീൻസ് പോയിട്ട് വാങ്ങി. അതായത് എൻ്റെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, നമ്മൾ അതിൽ നിന്ന് കിട്ടിയ ഫീസും കൊണ്ട് വീണ്ടും ഞാൻ മെഷീൻസ് വാങ്ങി. അങ്ങനെ നമ്മുടെ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയി. പിന്നെ അവിടുന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാവോ എന്താണെന്നറിയില്ല. നമ്മുടെ കുട്ടികൾക്ക് അവർക്കത് മനസ്സിലാവുന്നതാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് 10 വർഷമായി. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് വെറുതെ ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ഇക്കാൻ്റെ നിർബന്ധത്തിന് ഞാൻ തുടങ്ങിയതാണ്. അവിടുന്ന് നമ്മുടെ ക്ലാസ് 10 വർഷമായി. ഇന്ന് ആ ഒരു മെഷീൻ എന്നല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് 20-25ഓളം മെഷീൻസായി. ഈ മെഷീനൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പൈസക്കോ എൻ്റെ വാപ്പാൻ്റെ പൈസ വാങ്ങിച്ചിട്ടോ ഒന്നും അല്ല ഞാൻ വാങ്ങിച്ചത്. ഞാൻ ക്ലാസ് എടുത്തിട്ട് നമ്മുടെ പൈസൻ്റെ ആണിത്, എല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് മെഷീൻ വാങ്ങിയത്. അപ്പോൾ അതിൽ ആർക്കും നഷ്ടം വന്നാലും ലാഭം വന്നാലും നഷ്ടം വന്നാലും അത് വേറെ ആർക്കും പറയാനില്ലല്ലോ. അങ്ങനെ നമുക്ക് പുറത്തു നിൽക്കുക. അതായത് എൻ്റെ വീട് വരുന്നത് ജയിൻമേട് തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിലാണല്ലോ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മണ്ണാർക്കാട്ടിൽ നിന്നും കൊടുവായൂരിൽ അതുപോലെ പട്ടാമ്പിന്ന്, ഒറ്റപ്പാലത്തുനിന്ന്, പത്തിരിപ്പാളിൽ നിന്നൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ നല്ല രീതിയിൽ നല്ല തിരക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഞാൻ പറയില്ലേ, ഇതിൽ കുറേ ആൾക്കാരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കും. നമ്മൾ കൂടുതലായിട്ട് പറയും, സ്ത്രീകളായിട്ട് ഇടപഴകുമ്പോൾ ചിലവർ ഹസ്ബൻഡ് നോക്കാത്തവരുണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ തന്നെ വൈഫിന് എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ പൈസ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഹസ്ബൻഡ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയും, ടീച്ചറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ശ്രീധർന്നും പിന്നെ ഈ ഡ്രസ് വേൾഡിൽ നിന്നൊക്കെയുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് പീസ് ഫൈറ്റിന് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ
എന്താണ് ഈ പീസ് റേറ്റിന് ബൾക്കായിട്ട് നമുക്ക് 5000 ഡ്രസ്സ്, 10,000 ഡ്രസ്സ്, 20,000 ഡ്രസ്സൊക്കെ ആയിട്ടാണ് അവർ തരിക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തും എന്താണ് ഈ കുറേ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ് ഇതൊക്കെ നഷ്ടമല്ല, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? പീസ് റേറ്റ് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടാണ് തരിക. ഒരു 60 രൂപയ്ക്കാണ് ഒരു ഡ്രസ്സ്. ആ ഡ്രസ്സ് നമ്മൾ വെളിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ 400-500 രൂപ നമുക്ക് റേറ്റ് കിട്ടും. പക്ഷേ പീസ് റേറ്റ് പറയുമ്പോൾ 5000 ഡ്രസ്സ് ഒന്നിച്ച് തരും, അല്ലെങ്കിൽ 20,000 ഡ്രസ്സ് അവർ ഒന്നിച്ച് തരും. അപ്പോൾ നിങ്ങൾക്കിത് നഷ്ടമാവില്ലേ? അപ്പോൾ എനിക്ക് അന്ന് ഞാൻ ആലോചിച്ച ലാഭം നഷ്ടമൊന്നുമല്ല, നമ്മളിത് ചെയ്ത് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റൂലേ. എന്നെ കൊണ്ടല്ലാതെ പെട്ടെന്നൊരു ഷോപ്പ് തുറക്കണം അന്നത്തെ കാലത്ത് എനിക്ക് പറ്റൂലായിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്കും അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും നമുക്കൊരു നിമിത്തമാകാൻ പറ്റൂലേ. നമ്മൾ എന്താണ് എപ്പോഴും ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ടോ വേറെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുമ്പോൾ അതൊരു ശാശ്വതമല്ല. അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അതൊന്നും എത്തി വരില്ല. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഒരു ചെറിയ ജോലിയെങ്കിലും അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കൊരു ചെറിയൊരു സാലറി കൊടുത്തൂടെ. അപ്പോൾ അവർക്കാണെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടുവാണ്. ഞാൻ അധ്വാനിച്ച പൈസക്കാണ് നമ്മൾ ജീവിക്കുക. അവർക്കാണെങ്കിലും നിവൃത്തികേടായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുക എന്നുള്ളത്. ആർക്കും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ എന്താണ് ഈ യൂണിറ്റിലപ്പോൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്, വല്ല ഇതുണ്ടോ അങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ടിങ്ങിനൊക്കെ നിൽക്കുക ഞാനൊക്കെ ആയിരുന്നു. ഈ 5000 ഡ്രസ്സും നമ്മൾ മിഷീൻ കട്ടാണ്. അപ്പോൾ ഈ 5000 ലെയർ വിരിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒറ്റക്ക്, ഞങ്ങൾക്ക് ആരെയും പറഞ്ഞു തരാനും ഇല്ലാതെ എങ്ങനെയാണെന്നും അറിയില്ല. അങ്ങനെ ഞങ്ങളിത് ലെയറൊക്കെ വിരിച്ച് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ ഒരു ഇത് വന്നത് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വന്ന സാലറി ഞാൻ പറയുന്നത് 50,000 രൂപയാണ്. ആ ഒരു സമയത്ത് ഒരു മാസം എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ സാലറി കയറിയത്. അന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എന്താ വെച്ചാൽ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, അല്ലെങ്കിൽ എന്താണ് നീ ഒന്നിനും പറ്റാത്ത ഒരാളാണെന്നുള്ള ഇവിടുന്ന് ഞാൻ ഒരു മാസം കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. എന്നെ കൊണ്ടും പറ്റും. ഞാൻ എന്താ പറയുക, നമ്മുടെ മക്കള് നമ്മൾ എന്താണ് എനിക്ക് നിർബന്ധമാണ് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പാരൻസ് തരാണ്ടല്ല കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എന്നാലും എനിക്ക് നിർബന്ധമാണ് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ആരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കരുത് എന്നുള്ളത്. അപ്പോൾ അതിന് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് എനിക്കും കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ ഇക്കാനൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എൻ്റേതായ രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തിൽ തന്നെ 2-3 ഓർഡറുകൾ അവിടെ ഞങ്ങൾ എടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു ജോലി കൊടുക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഓരോ കുട്ടികൾക്കും 20,000-30,000 രൂപ മാസം ഞാൻ സാലറി കൊടുത്തു. അതൊക്കെ എന്താ പറയുക, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ഒരിക്കലും നമ്മൾ മറക്കൂല. കാരണം അവർക്ക് ഒന്നിനും പറ്റൂല. അവൻ്റെ കയ്യിലും ഓരോ കുട്ടികൾ ചെറിയ കുഞ്ഞു പാവകളായിരിക്കും. അവനെ കൊണ്ട് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റ് മേലെ വീട്ടിൻ്റെ മേലെ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസ് ഷീറ്റ് മാത്രം ഇട്ടിട്ട് ഹാഫ് ചുമരക്കുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ തൊട്ട് കെട്ടിയിട്ട് കുട്ടീനെ കടത്തിയിട്ടാണ് അവരിവിടെ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുന്നത്. അപ്പോൾ ഒരു അമ്മ ഒരു കുട്ടീനെ കൊണ്ട് വരണമെങ്കിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ടിയിട്ടാണ് വരിക. അതുപോലെ വെളിയിലേക്ക് ജോലിക്ക് അയക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അടുത്ത വീട് തന്നെയാണല്ലോ, അതുകൊണ്ട് അവർ അയക്കും. അല്ലാതെ വെളിയിലൊരു കടയിലേക്കോ അല്ലെങ്കിൽ വെളിയിലൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ മാസത്തിൽ 30,000 രൂപ, 20,000 രൂപ, 10,000 രൂപ, അങ്ങനെ ഓരോ അവർ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുക. അങ്ങനെ 30,000 രൂപയൊക്കെ സാലറി മേടിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞവിടുന്ന് അവർക്കൊരു കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ പറയാം, ഇനി നിങ്ങൾ തനിയെ ചെയ്യണം. അതായത് നിങ്ങൾ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകണ്ട. നിങ്ങൾ തനിയെ തന്നെ വീടിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇതിങ്ങനെ വന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ 5000 ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2-3-4 ദിവസം മെനക്കെട്ട് നിൽക്കണം. അതായത് ഞാനൊക്കെ തന്നെയാണ് നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇത് ലെയർ വിരിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ ഞങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങി. കാരണം മോന് ചെറുതാണ്. മോനൊക്കെ വന്നാൽ ഇതൊക്കെ ഇലക്ട്രോണിക് ഇതും കൊണ്ടല്ല നമ്മൾ ചെയ്യണം, കട്ടിങ് മെഷീനൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് മോനെ മേലേക്ക് ഞാൻ വരാനേ അയക്കൂല. ഞാൻ ഇറങ്ങി പോകുമ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ ആ ഒരു യൂണിറ്റ് അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ മോനൊന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ യൂണിറ്റ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. പക്ഷേ സ്റ്റിച്ചിങ്ങിന് നിറയെ വരുമ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാം എന്നെ അവിടെ ടീച്ചറായിട്ട് വരുമോ ചോദിച്ചിട്ട് എന്നെ ഒരു ദിവസം വിളിക്കുന്നു, സുധാ മാം വിളിക്കുന്നു, അതായത് ലേഡി ബ്ലോസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ മാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒറ്റ തന്നെ, ഷാനെ വരാൻ പറ്റുമോ, ഷാനക്ക് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലീവാക്കരുത്, ഷാനാൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ കൊണ്ടുപോവാം. അതായത് ന്യൂജൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ലേഡി ബ്ലൗസും, സാലറി ഷാനനെ ഉണ്ടാക്കണം, നീ എങ്ങനെയാണോ നിൻ്റെ ഐഡിയയിൽ അവിടെ ക്ലാസ് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ലേഡി ബ്ലൗസും ഇൻസ്റ്റിറ്റ്യൂട്ടും എൻ്റെ സ്വന്തം തന്നെയാണ്. ഇപ്പോൾ ന്യൂജൻ എങ്ങനെയാണോ എനിക്ക് അതേപോലെ എൻ്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലേഡി ബ്ലൗസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ഇവിടെ വരെ ഞാൻ എത്താൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര സപ്പോർട്ടാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ മാം ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ആൻറ്റീന്നാണ് വിളിക്കുക, സുധാ ആൻറ്റി ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മളിപ്പോൾ പീസ് റേറ്റിനൊക്കെ ചെയ്ത് കൊടുക്കും, അത് അവർ നമ്മൾ ഡിസൈൻ ചെയ്യുക, അത് അവർ ബൾക്കായിട്ട് കൊണ്ടുപോകല്ലേ. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കണ പോലെ ഞാൻ ചെയ്ത ഡ്രസ്സൊക്കെ എങ്ങനെ ഒരു ഷോപ്പിൽ വെക്കുക അല്ലേ, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു, ഇക്ക നമുക്കില്ലേ പിന്നെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങിയാലോ. റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങിയാലോ പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനുള്ള ഈസി അല്ല, നമുക്കതിന് കുറേ സംഭവങ്ങൾ വേണം. അപ്പോൾ ഇത് തുടങ്ങാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്വപ്നജീവിയാണ്. അതായത് എന്ന് ഞാൻ സ്വപ്നം കാണായിരുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ടൈലറായിട്ട് അങ്ങനെ ഇരുന്നതാണെങ്കിൽ പിന്നെ ഒരിക്കലും ഡിസൈനറായിട്ട് ഉണ്ടാവില്ല. അത് ആഗ്രഹിച്ചതുകൊണ്ടല്ലേ എനിക്കത് നേടാൻ പറ്റിയത്. അത് നേടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം അല്ലേ, അങ്ങനെ ചിന്തിച്ച്. അപ്പോൾ ചിന്തിക്കുക പറഞ്ഞാൽ നമുക്കതൊരു ആഗ്രഹങ്ങളുള്ളിൽ വേണം, അല്ലെങ്കിൽ അവിടെ കിട്ടി അവിടെ മതി, ഇതേലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നല്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമ്മൾ സ്വപ്നം കാണണം. മലയോളം നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു കുന്നോളം കിട്ടുക എന്ന് പറയും. അതുപോലെ എനിക്ക് വീണ്ടും